നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 18, 19 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ ഇപ്പോൾ തുലാം രാശിയുടെ പ്രത്യേകം ഞാൻ ചെയ്തിരുന്നു ചിങ്ങമാസം മുഴുക്കെ. അപ്പോൾ അതിനകത്ത് കോടികളൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് തീർച്ചയായിട്ടും നിരവധി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇടിവെട്ടും മഴയും പോയിട്ടൊരു കാറ്റ് പോലും, മന്ദമാരുതൻ പോലും ഞങ്ങളുടെ ഭാഗത്തൂടെ വന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ ഇത് പറയുന്നു, ഒരു രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അത് നേടിയെടുക്കണമെങ്കിൽ നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. ഈ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ കിടന്നുറങ്ങിയിട്ട് ഇടിവെട്ട് സൗഭാഗ്യം വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഇപ്പം ഞാൻ തുലാം രാശിയാണ്, കർക്കിടക ലഗ്നമാണ്. അപ്പോൾ തുലാം രാശിയുടെയും കർക്കിടക രാശിയുടെയും ഫലങ്ങൾ എനിക്ക് അനുഭവത്തിൽ വരും. കർക്കിടക രാശിയുടെ ഇപ്പോൾ ഇച്ചിരി മോശമാണ്, തുലാം രാശിയുടെ വളരെ നല്ല നേട്ടവും ആണ്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ ഇത് രാശിഫലമാണ് പറയുന്നത്. അതായത് ഒരു വലിയ കൊട്ടാരത്തിൻ്റെ വാതിലാണ് ഈ രാശിഫലം. അത് തുറന്നു കിടക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്. ജ്യോതിഷം മാത്രമാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ കയ്യിൽ നിറ്റൊന്നും പറയാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, പല രാശിക്കാരെയും കുറിച്ച് പറയുന്നത് വളരെ മോശം ഫലങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് സംഭവം ഒരുപാട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, നല്ല കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത് നടക്കണമെങ്കിൽ നിരവധി അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഈ ചുരുക്കിയൊന്നും പറയാം, പക്ഷേ അത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ വലിയ പാടാണ്. 350 വീഡിയോ കണ്ട് ഇപ്പോൾ നിലവിൽ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടുക, വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്, തിരക്കാണ്. ഓക്കെ, ഇപ്പം തന്നെ 10-15 ജാതകങ്ങളങ്ങാണ്ട് ബാലൻസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് വഴി നിങ്ങളുടെ പ്രശ്നം എന്താണ്, അതായത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ പരിഹാരങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ പൊതുവെ സമയം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് നിങ്ങൾക്ക് രാശിഫലത്തിൽ ഇടിവെട്ട് സൗഭാഗ്യമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ പേഴ്സണൽ ഇത് അനുസരിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരം എന്ന് പറയുമ്പോൾ വലിയ പൂജകളൊന്നും ഞാൻ പറയാറില്ല. മന്ത്രജപങ്ങളും എന്താ പറയുക, ചെറിയ വഴിപാടുകൾ അതുപോലും നടത്തണമെന്നില്ല. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ ചെയ്യുക, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫോൺ വിളിക്കരുത്. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാണ് 9847291363. ഓക്കെ, അപ്പോൾ ഇതിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത സമയം എടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട്. ഇത് ഈ 2 ദിവസം കൂടുമ്പോൾ ഞാൻ ദിനഫലം ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ചന്ദ്രൻ്റെ മാറ്റം ബേസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും അനുകൂലാവസ്ഥയും പ്രതികൂലാവസ്ഥയൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞു തരുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല, അത്യാവശ്യം പണിയുള്ളതാണ്. ഓക്കെ,
ഒരു വീഡിയോ തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 1.5 മണിക്കൂർ മിനിമം വേണം. അപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം 1.5 മണിക്കൂർ മിനിമം വേണം. അപ്പോൾ അത് തീർച്ചയായിട്ടും വയസ്സങ്കാലത്ത് 64 വയസ്സുണ്ട് എനിക്ക്. ഓക്കെ, എൻ്റെ ഈ ചെറിയ കർമ്മം ദയവായിട്ട് നിങ്ങൾ പലരും എത്തിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ദയവേത് അതും ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 17 വൈകിട്ട് 4:19 PM മുതൽ ആഗസ്റ്റ് 20 വെളുപ്പിന് 2:30 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറത്തിനും അതിനൊക്കെ ഓരോ ഫലങ്ങളുണ്ട്, വെറുതെ ഒന്നുമല്ല, മനസ്സിലല്ലേ? അപ്പോൾ 18 തീയതി ചൊവ്വാഴ്ച ചുവപ്പ് വസ്ത്രം ധരിക്കുക. 19 തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവും. ഒരു 1000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 1100 ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഞാൻ പറയുന്ന കളറിലുള്ള വസ്ത്രം ധരിച്ചാൽ. ഓക്കെ, പിന്നെ ബ്രഹ്മമുഹൂർത്തം എല്ലാ ദിവസവും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഗൈഡൻസാണ് കിട്ടുന്നത്. ദയവേത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബ്രഹ്മമുഹൂർത്തം 18, 19 തീയതികളിൽ രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 18 തീയതി ഉച്ചയ്ക്ക് 12:01 PM മുതൽ 12:50 PM വരെയാണ് 18 തീയതി അഭിജിത്ത് മുഹൂർത്തം. 19 തീയതി ഇല്ല. ഓക്കെ, അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും എന്ത് കാര്യം ചെയ്താലും അതിനൊരു വിജയ സാധ്യതയാണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, പിന്നെ രാഹുകാലം വരുന്നത് 18 തീയതി വൈകിട്ട് 3:29 PM മുതൽ 5:01 PM വരെയാണ് 18 തീയതി രാഹുകാലം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അത് കലണ്ടർ കിടക്കുന്നത് 3 മണി തൊട്ട് 4:30 വരെയാണ്. പക്ഷേ എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള രാഹുകാലം അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോസും നിങ്ങൾ മുഴുവൻ കാണുക. എൻ്റെ വലിച്ച നീട്ടൽ ദയവായി ഒക്കെ ഇപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് വേണ്ടി വരുന്നു. ഇഫക്റ്റീവായിട്ട് സംസാരിക്കാനോ ആശയങ്ങൾ മറ്റൊരാളിൽ എത്തിക്കാനും വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ അല്പം വലിച്ചു നീട്ടിയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ദയവേത് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, ഫോളോ ചെയ്യുക. ഈ പറയുന്ന സമയമൊക്കെ നോക്കി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. രാഹുകാലം 19 തീയതി ഉച്ചയ്ക്ക് 12:25 PM മുതൽ 1:57 PM വരെയാണ് 19 തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഓക്കെ, എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുക. പട്ടാള ചിട്ടയോടെ നിന്ന് ജീവിച്ചു നോക്കൂ, കാര്യങ്ങളെല്ലാം മാറിയും. ഓക്കെ, എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. ലോട്ടറി ഭാഗ്യ നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. ഓക്കെ, അതും കാണാൻ ശ്രമിക്കാം. 18/8/2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9 വരുമ്പോൾ 8-നും പ്രാധാന്യമാണ്. 8-നും 9-നും ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗ്യ നമ്പറുകൾ. ഓക്കെ, ഇത് കൂടാതെ 1, 2, 0, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 19/8/2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 0, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. പറഞ്ഞു വരുമ്പോൾ 2 ദിവസവും ഒരേ നമ്പറുകൾ തന്നെ വരുന്നു. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം 9-ന് പ്രാധാന്യം, പിന്നെ അടുത്ത ദിവസവും 9-ന് പ്രാധാന്യം വരുന്നു. അങ്ങനെ ആണ് ഈ 2 ദിവസവും അതേ ഭാഗ്യസംഖ്യകളൊക്കെ വന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ കറക്കി കുത്തി ചുമ്മാ അങ്ങ് പറയുകയല്ല. ഓക്കെ, ഇതിനൊക്കെ സംഖ്യാശാസ്ത്രം ഒക്കെ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക്
ഇത് എന്താ പറയുക ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. 5 ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ വല്ല പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്കൊരു അനുകൂലമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാം. മേടൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ ശനിയും ശുക്രനും ചന്ദ്രനും ഉൾപ്പെടെ 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. തീർച്ചയായിട്ടും 2027 ജൂൺ 3-ന് ശനി മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. ഏഴര ശനി തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ 2027 ജൂൺ 3-ന് മുമ്പ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കാം. ഓക്കെ. ശനി വഴി നേട്ടം ഉണ്ടാകുന്നത് സർവകാര്യ വിജയം. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു വിജയ സാധ്യത നിങ്ങൾക്കുണ്ട്. സാങ്കേതികമായ കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഒരാളും കാണത്തില്ല. ഇപ്പോൾ ഒരുമാതിരി ഒക്കെ അത്യാവശ്യം ജോലി ഒക്കെ ഉള്ളവരെല്ലാവരും തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ടി വരും. അത് ഡോക്ടർമാരായാലും എൻജിനീയർമാരായാലും. ഓക്കെ. ബിസിനസ്സുകാരും എല്ലാം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ മൊബൈൽ ഉപയോഗിക്കാത്ത ആരുമില്ല. ഇതെല്ലാം യന്ത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളുണ്ടാവും. പിന്നെ ശുക്രൻ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 5ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. പൊതുവെ ശുക്രൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പിന്നെ ഭൗതിക സുഖങ്ങൾ, ഇതെല്ലാം ഇടവൻ രാശിക്ക് നേടാൻ പറ്റും. ഈ ദിവസങ്ങളിൽ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ചൊവ്വയും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക. യന്ത്രങ്ങൾ പൊതുവെ ശനിയും ചൊവ്വയും പ്രധാനമായിട്ട് ഈ യന്ത്രങ്ങളെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ മുഴുവൻ ശ്രദ്ധയോടെ കരുതലോടെ ശ്രദ്ധിക്കുക. പിന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. സൂര്യൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ട്. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും. ഈശ്വരാധീനം ഉള്ള സമയമാണ്. പിന്നെ ശുക്രനും ബുധനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ശുക്രൻ മാത്രമാണ് ഡയറക്റ്റ് അനുകൂലമായിട്ടുള്ളത്. പിന്നെ ഇവിടെ 4 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ, സർപ്പം, വ്യാഴം, ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കർക്കിടക രാശിക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. അപകടങ്ങൾ കരുതിയിരിക്കുക. പിന്നെ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല കർക്കിടകം രാശിക്ക്. ഇനി ചിങ്ങം രാശി മകം, പൂരം, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്കും ദിവസങ്ങൾ അത്ര അനുകൂലമല്ല. ചൊവ്വ, ചന്ദ്രൻ, ശുക്രൻ ഇവ അനുകൂലമാണ്. ചൊവ്വയുടെ ഒരു പവർ തീർച്ചയായിട്ടും ഉണ്ട്.
11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം 6 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ 4 പാപഗ്രഹങ്ങളാണ്. സൂര്യൻ ഉൾപ്പെടെ പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വയും ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരാം. എന്നാലും പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല. കാരണം 6 ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഇവിടെ സൂര്യൻ പ്രതികൂലമായിട്ട് മാറി. ചിങ്ങം മാസം മുഴുവൻ സൂര്യൻ പ്രതികൂലമാണ്. ശനിയും പ്രതികൂലമാണ്. അപ്പോൾ ദേഹാസ്വാസ്ഥ്യം, അതുപോലെ തന്നെ അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഇപ്പോഴും അനുകൂലമാണ്. ഡയറക്റ്റായിട്ട് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. ചൊവ്വ അനുകൂലമായതുകൊണ്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ വ്യാഴം അനുകൂലമാണ്. വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. ബുധനും ഓക്കെ. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം. എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. വ്യാഴം അനുകൂലമായതുകൊണ്ട് സർവകാര്യ സിദ്ധി, ദൈവാധീനം വർദ്ധിക്കും. പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശിക്ക് 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഇവരെ പറ്റി പ്രത്യേകം വീഡിയോ ചെയ്യേണ്ടതാണ്. എങ്കിലും ചിങ്ങമാസത്തിലെ മുഴുവൻ ഫലങ്ങളും ഞാൻ തുലാം രാശിക്ക് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള വിജയം അത് ഈ ചിങ്ങമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഈ ഗുണാധിക്യമൊക്കെ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞു, ഒരുപാട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. ചുമ്മാ ഒന്നും മടിയന്മാരെ ഒന്നും ഈശ്വരൻ സഹായിക്കില്ല. നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ ഈ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രനും ചൊവ്വയും പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച. ഇവിടെ ഇവർക്ക് സൂര്യൻ അനുകൂലമായിട്ട് വന്നു. കർമ്മഭാവത്തിൽ വൃശ്ചികം രാശിക്ക് കർമ്മഭാവത്തിൽ സൂര്യൻ വന്നിരിക്കുകയാണ്. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ മേഖലയായിരിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുക. പക്ഷേ അതുവഴി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. തൊഴിൽ വിജയം, അതുപോലെ തന്നെ അത് ചിങ്ങമാസം മുഴുവൻ പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭൗതിക സുഖങ്ങൾ, പിന്നെ ദൈവാധീനം പരമാവധി ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ട് 2 ഗ്രഹങ്ങളുമുണ്ട്. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക്
ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു. പക്ഷേ ചൊവ്വ, വ്യാഴം, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. ബൗദ്ധിക മേഖലയിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ട ആദ്യ 2 പാദം. മകരം രാശിക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഞായറാഴ്ച നമ്മൾ ശിവന് ജലധാര നടത്തുക. ഒക്കെ ലളിതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറയുന്നത്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ശനി, ചൊവ്വ, വ്യാഴം, ശുക്രൻ, ചന്ദ്രൻ ഇവ അനുകൂലമായതുകൊണ്ട് നല്ല കാര്യങ്ങൾ നടക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാകും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത ഉണ്ടാവും. കൂടാതെ ദൈവാധീനമുള്ള സമയമാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നേട്ടമുണ്ടാവും. പ്രണയ ജീവിതം സഫലമാവും. പൊതുവെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. മകരം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. ബുധനും ശുക്രനും അനുകൂലമാണ്. എങ്കിലും അതിൻ്റെയൊക്കെ നേട്ടങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ല. സർപ്പം, ശിഖി, ശനി, വ്യാഴം, സൂര്യനിവിടെ പ്രതികൂലമായിട്ട് വന്നു. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പൊതുവെ അപകടങ്ങൾ കരുതിയിരിക്കുക. നമ്മൾ ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവിടെ ശനിയും ചൊവ്വയും ചന്ദ്രനും പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. തിങ്കളാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.